അപ്പോൾ എം.എ. ഷഹനാസ്, നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ച ജനപ്രതിനിധിയിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. പൂട്ടാമെങ്കിൽ പൂട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർജിക്കുന്ന സിംഗിണിയായി മാറിയ എം.എ. ഷഹനാസ്. താത്തൂ നമോ ഭാഗം. താത്തുവിനെതിരെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേ ഡീഫമേഷൻ കേസ് കൊടുത്തു 10 കോടിയുടെ. കൂടാതെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നിയാസ് മലബാറി പുള്ളി കുത്തിയിരുന്നിങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുള്ളി ഇട്ടിരുന്ന പോസ്റ്റുകളൊക്കെ നമ്മൾ വായിച്ചതാണേ. അതിലൊന്നിൽ പുള്ളി പറയുന്നത് നമ്മുടെ മറ്റേ ചേച്ചി IAS കാരിയാണെന്നും പറഞ്ഞ് കോളേജിനെ പറ്റിച്ചത്. കൂടാതെ മറ്റേ ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രിയ സിജീഷ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ പോസ്റ്റിലൂടെ എഴുതിയിടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ മറുപടിയായിട്ട് ഇപ്പൊ നമ്മുടെ ഷഹനാസ് താത്തു അങ്ങനെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാം വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും അങ്ങോട്ട് ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഷഹനാസ് താത്തുവിനെതിരെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നിയാസ് മലബാറിയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കൊടുക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഷഹനാസ് താത്തു ഒരു പോസ്റ്റും കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗപ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പോസ്റ്റ് ഇതാ ഇങ്ങനെയായിരുന്നു: വീണ്ടും നീ കോമഡി കഥ ഇറക്കാതെടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കോഴിക്കോട്, എൻ്റെ നാട്ടിൽ. പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്ക്, കേസ് കൊടുക്ക് പിള്ളേച്ച, എം.എ. ഷഹനാസ്. എന്നിട്ട് മറ്റേ എഴുതുന്ന മറ്റേ ഇമോജിയും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ആ ഇമോജി എടുത്തു പറഞ്ഞതെന്നറിയാമോ? ഈ ചെറിയ റൈറ്റിംഗ് ഒക്കെ ഇത്താത്ത തന്നെയാണ് എഴുതുന്നത് കേട്ടോ. പക്ഷെ വലിയ റൈറ്റിങ്സ് ഒന്നും ഇത്താത്തെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. വേറെ ആരെ കൊണ്ടോ എഴുതിപ്പിച്ചിട്ട് അത് ഇത്താത്ത പറയുന്നുണ്ട്. ആരാണ് എഴുതുന്നത് അവരുടെ മറ്റേ പേരും കൊടുക്കുന്നുണ്ട്, എഴുതുന്ന ഇമോജി ഇത്താത്ത കൊടുക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു സംശയം, ഇത്താത്തിനെ കണ്ട് എന്താ ഇത്താത്തു ഈ വലിയ റൈറ്റിങ്സ് ഒന്നും എഴുതാൻ പറ്റാത്ത? ബിസിയാണോ? അത്രയ്ക്കും തിരക്കാണോ ഇത്താത്തു? അതുകൊണ്ടാണോ വേറെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ എഴുതിപ്പിച്ചിട്ട് ഇത്താത്തുവിന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യിക്കുന്നത്? അല്ല, അതെന്തു ആയിക്കോട്ടെ, ഇത്താത്തുവിന്റെ ഇഷ്ടം. എന്നാൽ ഇത്താത്തു ഇവിടെ പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഈ കോഴിക്കോട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കോഴിക്കോട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കോഴിക്കോട്. കഴിഞ്ഞ ദിവസം കോമള വിട്ടപ്പോഴും ഞാൻ കോഴിക്കോട് ബീച്ചിലുണ്ടടാ. എന്താണെങ്കിലും ഞാൻ കോഴിക്കോടുണ്ട്. ഇത്താത്തു നമുക്കൊക്കെ മനസ്സിലായി ഇത്താത്തു കോഴിക്കോടുണ്ടെന്ന്. എല്ലാ പോസ്റ്റിലും ഇങ്ങനെ പറയണ്ട ഞാൻ കോഴിക്കോടുണ്ടേന്ന്. ഇത്താത്തു ഈ കോഴിക്കോടുണ്ടേ എന്ന് പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ഇത്താത്തു പറഞ്ഞാൽ മതി. ഇത്താത്തുവിനെതിരെ ഈ നിയാസ് മലബാറിയൊക്കെ പറയുന്നത് പോലെ ഇത്താത്തു ശരിക്കും ഈ IAS എന്നും പറഞ്ഞ് കോളേജുകാരെ പറ്റിച്ചിട്ടുണ്ടോ? ഇത്താത്തുവിന്റെ സ്വന്തം കൊച്ചിനെ ചേച്ചിയുടെ കൊച്ചാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇതെല്ലാം പോട്ടെ ഇത്താത്തു, ഇതൊക്കെ വീട്. ഇത്താത്തുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസിലെ പേരെന്താ ഇത്താത്തു? ഇതൊക്കെ ജനങ്ങൾ, ഈ പാവപ്പെട്ട സാധാരണക്കാരനൊക്കെ ചോദിക്കുമ്പോൾ ഇത്താത്തുവിന് അതിനൊന്നും മറുപടിയില്ല. ഇത്താത്തുവിന് അപ്പോഴും മറ്റേ കല്ലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോവുക. ഇത്താത്തു പുച്ഛം കിട്ടും നാട്ടുകാരുടെ. നോക്കേ, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. എല്ലാവരും പുച്ഛിക്കത്തേ ഉള്ളൂ ഇത്താത്തുവിനെ. കാരണം ഇത്താത്തുവിനോട് നാട്ടുകാർ ചോദിക്കുന്നതിനൊന്നും ഇത്താത്തുവിന് മറുപടിയില്ല. പുച്ഛവ, മറ്റേ കൊഞ്ചനം കുത്തി കാണിക്കും. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാനായിട്ട് ഒരു മടിയില്ല. കഴിഞ്ഞിട്ടില്ല, ഇത്താത്തുവിനെതിരെ നമ്മുടെ നിയാസ് മലബാറി മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടേ. അത് ഇങ്ങനെയാണ്: പുള്ളി കൊണ്ട് കേസ് കൊടുത്തു. പുള്ളി കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏഷ്യാനെറ്റിന്റെ വെബ്സൈറ്റിലായിരുന്നു അത് കണ്ടത്. അതിൽ പുള്ളി ഇപ്പം നമ്മുടെ നിയാസ് മലബാറി പുള്ളിയുടെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. അതുകൂടാതെ ഒരു കാര്യം കൂടെ ആ ഒരു പരാതിയിൽ ഉണ്ട് എന്നാണ് ഏഷ്യാനെറ്റിന്റെ സൈറ്റിൽ വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പുള്ളി എന്തായാലും എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: വ്യാജരേഖ ഉണ്ടാക്കൽ, വ്യാജ സർക്കാർ ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടാക്കൽ, IAS നേടിയെന്ന് വ്യാജ വാദവുമായി കോളേജിനെ പറ്റിക്കൽ എന്നീ വിഷയങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഡോക്ടർ സിജീഷിന്റെ ഭാര്യ എം.എ. ഷഹനാസിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക്
പരാതി നൽകി. അപ്പൊ എന്താണെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് വ്യാജരേഖ ഉണ്ടാക്കൽ, വ്യാജ സർക്കാർ ഐഡന്റിറ്റി കാർഡുകൾ, പിന്നെ IAS എന്ന് പറഞ്ഞു പറ്റിച്ചു. അപ്പം ഇതൊന്നും കൂടാതെ ഈ ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് പോകുന്നത് എന്തോ കള്ളപ്പണം വെളുപ്പിക്കാൻ എന്നുള്ളൊരു സാധനം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഏഷ്യാനെറ്റിന്റെ വെബ്സൈറ്റ് വായിച്ചപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ നിയാസ് മലബാറി കൊടുത്ത കേസിലെ പരാതിയിൽ ഈ ഒരു സാധനം കൂടെ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഷഹനാസ് താത്തു വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നു. ഈ പോസ്റ്റ് എഴുതിയിടുന്നതിന്റെ കൂട്ടത്തിൽ ഇത്താത്തു വേറൊരു സാധനം കൂടെ ചെയ്യുന്നുണ്ട്. ഇത്താത്തുവിന്റെ മൊഞ്ചള്ള ആ മുഖം കുറച്ചും കൂടെ ഒന്ന് ഗുമ്മായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല സാരിയൊക്കെ ഉടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു പാട്ടൊക്കെ ഇട്ട് ഈ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ ഒരു വീഡിയോയും കൂടെ അങ്ങ് പോസ്റ്റ് ചെയ്യും. ഇരിക്കട്ടെ, ഒരു ബൂസ്റ്റപ്പ് എന്നും വിചാരിച്ച് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാമേ. ഇവിടെ കോടി എണ്ണി മടുത്ത് ഇരിക്കുമ്പോൾ ഓൻ്റെ കള്ളപ്പണം വെള്ളപ്പണം തുടരാ പാക്കലാം വെല്ലുവിളിയായിട്ട് തന്നെ എഴുതി വെച്ചോ. പിന്നെ 10ന്റെ പൈസ കിട്ടുന്നത് നോക്കിയിരുന്നോന്ന്. ആ 10ന്റെ പൈസ കിട്ടുന്നത് നോക്കിയിരുന്നത് അതെനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോടാണ്. കാരണം 10 കോടി പോയിട്ട് ഒരു മാങ്ങാണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല എന്നാണ് ഇത്താത്ത ഉദ്ദേശിക്കുന്നത്. ഇത്താത്ത എന്ത് വേണമെങ്കിലും ഇത്താത്ത പറഞ്ഞു. ഇത്താത്ത രാഹുലിനെ കല്ലെറിഞ്ഞു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്താത്ത ഒരു കാര്യം കൂടെ പറ. ഈ നിയാസ് മലബാറി എഴുതിയിടുന്നത് പോലെ, നിയാസ് മലബാറി മാത്രമല്ല വേറെ 1-2 പേരും ഇതുപോലുള്ള കഥകൾ എഴുതിയിടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. IAS എന്നും പറഞ്ഞ് ആ കോളേജിൽ അന്ന് പറ്റിച്ചത് അന്ന് അവിടെ ഉള്ള ആളുകളൊക്കെ തന്നെയാന്ന് തോന്നുന്നു. അവരൊക്കെ ഇങ്ങനെ എഴുതിയിടുന്നുണ്ട്. ഇതിനൊന്നും ഇത്താത്തക്ക് ഒരു മറുപടിയും കൊടുക്കാനില്ലേ? അതോ ആ ആളുകൾ എല്ലാവരും പറയുന്നത് പച്ച കള്ളമാണോ ഇത്താത്തു? ഇത്താത്തുവിനെ മാത്രം നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് തലയിലെടുത്ത് വെച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കണോ ഇത്താത്തു? അതാണോ ഇത്താത്തു പറയുന്നത്? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഒരു സാധാ പൗരന് ഒരു പാർട്ടിയിലും ഇല്ലായേ ചോദിച്ചൂടെ ഇതൊക്കെ കാണുമ്പോൾ? അതും സോഷ്യൽ മീഡിയയില. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളും ഇടുന്നുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് അവരും ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാലോ. അങ്ങനെ ചോദിക്കുന്നതാ ഇത്താത്തു. ഇത്താത്തുവിന് മറുപടി കാണത്തില്ല, പോട്ടെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്താത്തു വേറെ വലിയൊരു എഴുതിയിട്ടേക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എഴുത്തെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഒരു പോസ്റ്റ് ഇത്താത്തു എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഈ പോസ്റ്റ് ഇത്താത്തു എഴുതിയിട്ടെന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇത്താത്തു അല്ല ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വേറെ ആരെയോ കൊണ്ടോ ഇത്താത്തു എഴുതിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ആരോ എഴുതിയിരിക്കുന്ന ഒരു സാധനം നമ്മുടെ ഇത്താത്തു പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്താണെങ്കിലും നമുക്കിനി അത് വായിക്കാം. അതിലാണ് ഒരുപാട് കാര്യങ്ങളുള്ളത്. ഈ എഴുതിയ അല്ലെങ്കിൽ ഈ പോസ്റ്റ് എഴുതിയിട്ട ചേച്ചിയോടാണ്, എൻ്റെ പൊന്നു ചേച്ചി, യാതൊരു ബോധവും ഇല്ലേ നിങ്ങൾക്ക്? ശരണ്യ എന്നാണ് എഴുതിയ ആളുടെ പേര്. ശരണ്യ, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഒരു ബോധവും ഇല്ലേ? എന്താണെങ്കിലും എന്താ എഴുതിയിട്ടിരിക്കുന്നത് വായിക്കണ്ടേ? അതിന്റെ തുടക്കത്തിലെ കുറച്ചു ഭാഗം നമ്മുടെ ഷഹനാസ് താത്തു എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കത് വായിച്ചു തുടങ്ങാം. അതാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കല്ലേ. ഇത് മൊത്തം കേട്ടോ. അപ്പോ MA ഷഹനാസ്, നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ച ജനപ്രതിനിധിയിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. പൂട്ടാമെങ്കിൽ പൂട്ട്. ശരണ്യ എഴുതുന്നു. ഇനി ശരണ്യാണ് എഴുതുന്നത് കേട്ടോ. രാഹുൽ മാങ്കൂട്ടം വിവാഹിതരായ സ്ത്രീകൾക്കൊപ്പം പോയതല്ല. വിവാഹിതരായ വിവാഹബന്ധം ഒഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾ എന്തിന് രാഹുലിനൊപ്പം പോയി എന്നതാണ് ഇവിടുത്തെ പല ഹാബിച്വൽ ഒഫൻഡർമാരുടെയും ചോദ്യം. ഉത്തരം ഇവന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല. സംഭവം ഇവന്മാർ ഈ ചോദ്യം മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. എൻ്റെ പൊന്നെ, ചേച്ചിമാരെ ചേച്ചിമാരെ എന്ന് വിളിക്കുന്നില്ല, ചേച്ചി ശരണ്യക്കുട്ടി ഇത് പുരുഷന്മാർ മാത്രമല്ല കേട്ടോ ചോദിക്കുന്നത്, ഒരുപാട് സ്ത്രീകളും ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരുപാട് സ്ത്രീകളും ചോദിക്കുന്നുണ്ട്. രാഹുൽ അങ്ങോട്ടൊന്നും കയറി ചെന്നതല്ലല്ലോ. ഇനി രാഹുൽ അങ്ങോട്ട് ചെന്നതാണെങ്കിൽ തന്നെ വീട്ടിൽ കയറി ഒന്നും ചെയ്തതല്ലല്ലോ. അവിടുന്നും ഇങ്ങോട്ട് വന്നിട്ടല്ലേ എന്ന് സ്ത്രീകളും ചോദിക്കുന്നുണ്ടേ. ശരണ്യക്കുട്ടി അതൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ സംഭവം ഇവന്മാർ ഈ ചോദ്യം മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. കാരണം കേരളം പോലൊരു ഇന്ത്യ പോലൊരു പാട്രിയാട്രിക്കൽ രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്രയേറെ സ്ത്രീ വിരുദ്ധതർക്ക്
വിരുദ്ധർക്ക് ഇടയിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടാൻ പോകുന്ന സ്വീകാര്യത ഇവന്മാർക്ക് നന്നായിട്ടറിയാം. നാണമില്ലേ ശരണ്യെ? നാണം. ഷഹനാസ് താത്തു അല്ല കേട്ടോ ഇതൊന്നും എഴുതിയത്. ഷഹനാസ് താത്തുവിന് അത്ര വലിയ വിവരം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ മണ്ടത്തരം എഴുതിയിടാനും മാത്രമുള്ള ഒരു എഴുത്ത് ബോധം ഇത്താത്തൂന് ഉണ്ടെന്ന് എനിക്ക്. മറ്റേ റൈറ്ററും കണ്ടല്ലേ ഇത്താത്തു നിങ്ങൾ? പിന്നെന്താ ഈ ശരണ്യെ കൊണ്ടൊക്കെ എഴുതിപ്പിക്കുന്നത്? നിങ്ങൾക്ക് സമയമില്ലല്ലേ? ഇത്താത്തു ബിസി അല്ലേ ഇത്താത്തു? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്താത്തും കേട്ടോ, ഇത്താത്തുവിന് വേണ്ടി എഴുതിയ ഈ ശരണ്യം കേട്ടോ, ഈ ഈ ഈ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടാ കാട് കയറി പോകുന്നത്? എടേ, സ്ത്രീകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര്, രാഹുൽ മാത്രമാണോ ഇവിടെ തെറ്റുകാരൻ? രാഹുൽ വിളിച്ചോടനെ അപ്പുറത്തുനിന്ന് എന്തിനാ ചാടി ഇങ്ങോട്ട് പോകുന്നത്? രാഹുൽ മറ്റേ ഇങ്ങനെ അടിച്ചാലേ ഒച്ച കേൾക്കത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒച്ച കേൾക്കൂല. ഇത് സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്. പ്രിയങ്കരിയായിട്ടുള്ള ശരണ്യയും എൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള താത്തു ഒക്കെ അതൊന്ന് കേൾക്കണേ സ്ത്രീകൾ ചോദിക്കുന്നത് കേട്ടോ. താത്തുവിന് പിന്നെ വേറെ ആരും ചോദിക്കുന്നത് താത്തുവിന് കേൾക്കാൻ പറ്റത്തില്ല. താത്തു പറയുന്ന മാത്രം നാട്ടുകാരങ്ങ് കേട്ടാൽ മതി. ആ ഒരു മൂഡാണല്ലോ. അല്ല, അങ്ങനെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ IAS എന്ന് പറഞ്ഞ് പറ്റിച്ചത്, ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുമ്പോൾ എന്താ തിരിച്ച് മറുപടി അതിനൊന്നും ഇല്ലാത്തത്? ഇനി അതാരാണോ പുറത്തു വിട്ടത് അവരെ പുച്ഛിക്കുക, അത് മാത്രമാണ് താത്തു നിങ്ങൾ ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ അങ്ങനെ IAS എന്നും പറഞ്ഞ് ആരെയും പറ്റിച്ചിട്ടില്ല, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഇങ്ങനൊരു പേരല്ല. ഇതൊന്നും എന്താ താത്തു നിങ്ങളുടെ വായിൽ നിന്ന് മൊഴിയാത്തത്? പ്രസ് മീറ്റ് വിളിച്ചിട്ട് കയറിയിരുന്ന് മറ്റേ ഗർജിക്കുന്ന സിംഗിണിയായി മാറാൻ എന്താ പറ്റാത്തത്? സാധാരണക്കാരൻ്റെ ചോദ്യം കേട്ടോ. ഈ സാധാരണക്കാരൻ ചോദിക്കുന്നത് പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മ പെങ്ങന്മാർക്കും ചേട്ടന്മാർക്കും ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ കാണും. ഇല്ലേ ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്ക് ഈ സാധനം തന്നെയല്ലേ ചോദിക്കാനുള്ളത്. പക്ഷെ അതിന് നമ്മുടെ താത്തുവിന് ഉത്തരം പറയാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. താത്തു മറ്റേ നമ്മളൊക്കെ മറ്റേ സ്ത്രീ വിരുദ്ധത ഉള്ള ആളുകൾ, പിന്നെന്താ ഹാബിച്വൽ ഒഫൻഡേഴ്സ്, ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? നാട്ടുകാരെയോ? നടക്കൂല കേട്ടോ. ഇതിനെതിരെ തിരിച്ചു ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ഇവരാരും വിവാഹിതരാണെന്ന് രാഹുലിന് അറിയാൻ പാടില്ലായിരുന്നോ എന്നതാണ്. അറിയാമെന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. രാഹുലും അവൻ്റെ ശിങ്കിടികളും ഇപ്പൊ തന്നെ സ്റ്റാൻഡ് വിടണം. അയ്യട മോളെ, രാഹുലും ശിങ്കിടികളും സ്റ്റാൻഡ് വിട്ടോട്ടെ, പൊതുജനം സ്റ്റാൻഡ് വിടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ഈ എഴുതിയിടുന്ന സാധനങ്ങൾ പൊതുജനങ്ങളും കാണുന്നുണ്ട്, മനസ്സിലായോ? ഈ പൊതുജനവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യം ചോദിക്കും, നമ്മൾ സ്റ്റാൻഡ് വിടേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ ഈ എന്താണ്, ഇവരാരും വിവാഹിതരാണെന്ന് രാഹുലിന് അറിയാമായിരുന്നായിരിക്കും. ഇവരൊക്കെ വിവാഹിതരാണെന്ന്. രാഹുൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ഈ വിവാഹിതരായവർക്ക് അറിയാലോ. അപ്പൊ പിന്നെ അവന്റെ അടുക്കലോട്ട് പോകേണ്ട കാര്യം എന്താ? പോട്ടെ, ഇവരെല്ലാവരും വിവാഹിതരാണ് എന്ന് അവർക്ക് സ്വന്തമായിട്ടൊരു ബോധം വേണ്ടേ? ആ ബോധം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ പരിപാടിക്ക് നിൽക്കുമായിരുന്നോ? അല്ല, ഇനിയിപ്പോൾ ആ ബോധം ഉണ്ടായിട്ടും സ്വന്തം ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ രാഹുലിൻ്റെ അടുക്ക പോയതെങ്കിലും, ഈ പോയി കഴിഞ്ഞ് പിന്നെ രാഹുൽ വേണ്ടാന്ന് പറയുമ്പോൾ മാത്രം ഈ കേസും കൊണ്ട് ചെല്ലുന്നത് അതത്ര നല്ല പരിപാടിയാണോ? ബാക്കി വായിക്കാം. ഇനി അറിയില്ലായിരുന്നു എന്നാണ് ഉത്തരമെന്നിരിക്കട്ടെ, ഏത് പെണ്ണിനും വന്ന് എന്തു പറഞ്ഞും പറ്റിച്ചിട്ടു പോകാൻ കഴിയുന്ന അത്രയും പൊട്ടനായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും കോൺഗ്രസ് നേതാവും കൈപ്പത്തി അടയാളത്തിൽ പാലക്കാട് മത്സരിച്ച് വിജയിച്ച MLA രാഹുൽ എന്ന് നിങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ചു തരണം. എന്തിന് സമ്മതിച്ചു തരണം? രണ്ട് പേര് അവരുടെ ആവശ്യത്തിന് ആ വിരലുകൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു, മനസ്സിലായോ? രാഹുൽ അത്ര മോശമൊന്നുമല്ല. ഞാൻ പറയുന്നില്ല രാഹുൽ പഞ്ചപാവമായിട്ടുള്ള സുന്ദര കില്ലാടിയായിട്ടുള്ള കുട്ടനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി കോഴിയായിരുന്നേ. അതുകൊണ്ട് തന്നെ പുള്ളി ഇങ്ങോട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ കയറി അങ്ങ് പിടിച്ചു. ഇത് അത്രേ ഉള്ളൂ. പിടി കിട്ടിയോ? ഇത് ഇങ്ങനെ വന്നതുകൊണ്ടാ. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ രാഹുൽ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനെ പോയായിരുന്നെങ്കിൽ, രാഹുൽ ഇവിടുന്ന് ഓടിച്ചെന്നത് ഇതിനെ പിടിക്കുമായിരുന്നെങ്കിൽ അപ്പൊ ഈ കേസൊക്കെ 100% വാലിഡ് ആയിട്ടുള്ളത് അവരുടെ കൂടെ ഞാൻ നിന്നേനെ. 100% ഞാൻ നിന്നേനെ. വിത്ത് ഫുൾ ഹാർട്ട് ഞാൻ നിന്നേനെ.
പക്ഷെ ഇവിടെ ഒരു 90% അവരുടെ കൂടെ ഇപ്പോഴും നിൽക്കാടോ. പക്ഷെ 10% ചോദ്യങ്ങളുണ്ട് ഒരുപാട്. ആ ചോദ്യങ്ങളാണ് മിക്ക വീഡിയോയിലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ബാക്കി വായിക്കാം. ഇനി അറിയാമായിരുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയില്ല. വാഗ്ദാനം നൽകി തുടങ്ങിയ ബന്ധങ്ങൾ ആയിരുന്നില്ല എന്നാണ് ഉത്തരമെന്നിരിക്കട്ടെ. അപ്പൊ പിന്നെ എന്ത് കോപ്പിനാണ് നിങ്ങളുടെ ഹീറോ ഇത്രയും പേരെ ഒരുപോലെ ഉപയോഗിക്കുകയും ഗർഭിണിയാകുകയും പിന്നീട് അബോർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തെന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയണം. എടേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ ശരണ്യ മാഡം ആൻഡ് നമ്മുടെ താത്തു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടത് കൊണ്ട് ആയതല്ലല്ലോ ഈ പ്രഗ്നന്റ്. അപ്പുറേ നിൽക്കുന്ന ആളുകളും കൂടെ ഒന്ന് കഷ്ടപ്പെട്ടോണ്ടല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ അതിന് മറുപടി പറ. രാഹുൽ ഒറ്റയ്ക്കല്ലല്ലോ ഈ പരിപാടി ചെയ്തത്. പിന്നെ കൂടുതൽ ചോദ്യം ചോദിക്കരുതേ. നീ ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. അപ്പൊ നമ്മളും ചോദിക്കും ചില ചോദ്യങ്ങൾ, അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാവണം. അപ്പൊ അതിന് മറുപടി തരാതെ കൊഞ്ഞണം കുത്തിയിട്ട് മാറി നിന്നിട്ട് പിന്നെയും കല്ല് വലിച്ചോണ്ടിരിഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങളുടെ തന്നെ കുഴി നിങ്ങൾ കോണ്ടിക്കൊണ്ടിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറച്ചും കൂടെ ഉണ്ട്, നിങ്ങളിത് കേൾക്കണം. മൊത്തത്തിൽ എന്തൊക്കെ ഇവർ എഴുതി വെച്ചേക്കുന്നത് ഒരു ബോധവും വിവരവും ഇല്ലാത്ത എഴുത്തുകാരിയാണ് എൻ്റെ ഷാനാസ് ഇത്താത്തു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയല്ലേ. കാരണം വേറൊരാളാണ് എഴുതി തന്നെങ്കിലും ഒന്ന് വായിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇല്ലെങ്കിൽ ആ ശരണ്യയുടെ നെഞ്ചത്ത് വെച്ച് കൊടുക്കാം. ഏത് ഇത്രയും പേര് ഒരുപോലെ ആക്സിഡന്റലി പ്രഗ്നന്റ് ആയതാണ് എന്നങ്ങാനുമാണ് ഇവറ്റോള് പറയുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്. കയ്യകലകത്തുണ്ടെങ്കിൽ മറ്റേ കൈയുടെ അടുത്തുണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് വീക്കി കൊടുക്കണം. അങ്ങനെയും ഇത്തിരി വിവരം വെക്കുമെന്ന് മാത്രം കരുതുക. ചേച്ചി ഞാൻ പറയത്തില്ല, ശരണ്യ ചേച്ചി ആൻഡ് ഇത്താത്തു ഞാൻ പറയത്തില്ല ഇതൊക്കെ ആക്സിഡന്റലി ഉണ്ടായ പ്രഗ്നൻസി ആണെന്ന്. ഇതൊക്കെ രണ്ടു പേരും കൂടെ ആക്സിഡന്റലി അല്ലാതെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ പറഞ്ഞ മോശമായി പോയി, ഞാൻ പറയുന്നില്ല. രാഹുല് കിളയ്ക്കാനിറങ്ങി. അപ്പോ അപ്പുറത്തുനിന്ന് എന്തിനാടെ ആൾക്കാർ വന്നത്? എന്തിനാ വന്നത്? മിണ്ടുന്നില്ല, ശരിയാവത്തില്ല പറഞ്ഞ. ഇനി ഇവന്മാരുടെ ഈ ടൈപ്പ് അപരാധങ്ങൾ കേട്ട് ഈ വിഷയത്തിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളോടാണ് എൻ്റെ പൊന്ന് പ്രിയങ്കരിയായിട്ടുള്ള താത്തു. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജനങ്ങളെ ഇനി നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ ഇറങ്ങാതിരുന്നാൽ മതി. നമ്മുടെ ഒന്നും അപരാധം കേട്ടിട്ട് എന്തായാലും ജനങ്ങൾ തെറ്റിദ്ധരിക്കത്തൊന്നുമില്ല. ജനങ്ങൾക്ക് ബോധമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ അത്യാവശ്യം ബോധമില്ലേ? നിങ്ങൾ പറ, നിങ്ങൾക്കൊക്കെ അത്യാവശ്യം ബോധമില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള മൂല നല്ല വൃത്തിക്കുണ്ടല്ലോ. ഞാൻ ഈ പറയുന്നത് പല കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒന്ന് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, ഇതിനിവർ ഉത്തരം തരുന്നില്ല എന്നുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ അല്ലേ. അല്ലാതെ ഇവരെ നമ്മൾ ആരും ഇതിനായിട്ട് മോശക്കാരിയാണ്, അവരങ്ങനെയാണ്, ഇവരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും ഇതൊക്കെ എടുത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനകത്തു നിന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ പൊന്നു താത്തു. ഓക്കെ, രാഹുൽ മാങ്കൂട്ടവും കൊടക്കാടനുമൊക്കെ കൃത്യമായി വിവാഹിതരായ സ്ത്രീകളെ തന്നെ അവരുടെ സെക്ഷുവൽ വയലൻസിന് ഉപയോഗിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. വിവാഹം പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാപ്പാണ്. ആ സിസ്റ്റത്തിനകത്ത് പെട്ടുപോകുന്ന ഫ്രസ്ട്രേറ്റഡ് ആയ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്താൽ ഇവന്മാരെ പോലുള്ളവർ എല്ലാ കാലത്തേക്കും സേഫ് ആണ് എന്നാണ് ഇവരുടെ എല്ലാം വിചാരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇല്ലേ? ചേച്ചിമാരെ ചേട്ടന്മാരെ ഉണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തം വന്ന ഉടനെ നിങ്ങൾ ചാടി അങ്ങ് അവൻ്റെ കൂടെ പോവുകയാണോ? അല്ലല്ലോ. അല്ല, ഇവിടെ ഇവര് എഴുതി വെച്ചേക്കുന്ന എനിക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. അവർ പറയുന്നത് അങ്ങനെയാ, വിവാഹം പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാപ്പാണെന്ന്. എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കെട്ടിയാൽ മതി, അല്ലാതെ ഒരുത്തന്നെ ട്രാപ്പിൽ പോയി ആരും ചാടണ്ട. മനസ്സിലായില്ലേ? ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തെന്ന് എന്തൊക്കെയാ ഇവർ എഴുതി വെക്കുന്നത്?
ശ്രീ സോറി, ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള താത്തു, നിങ്ങൾ പറയണേ ഇതിനുള്ള ഒരു ഉത്തരം, ഇതിനെങ്കിലും ഉത്തരം തരണേ. ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അല്ല, ഒന്ന് പറഞ്ഞതാ. നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോണ്ട് നടക്കുവാണോ അവര്? ഞങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് നടക്കുവാണോ? അങ്ങോട്ട് പോകാതെ ഒന്നും ഇവിടെ നടക്കത്തില്ല. ഇല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് എന്തിനാ തള്ളിക്കയറാൻ നിൽക്കാൻ? മാറി അങ്ങ് പോണം. പറ്റുന്നില്ലേ? ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ തപ്പിപ്പിടിച്ച് കിടക്കുവാന്ന്. എന്ത് ഈ ഇങ്ങനത്തെ വർത്താനമൊക്കെ എന്ത് ചീപ്പാണ്. ഈ എഴുതിയ ആളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് ചീപ്പാണ് നിങ്ങൾ? ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ തപ്പി. സമൂഹം വിവാഹിതരായ സ്ത്രീകൾക്കുമേൽ ഡിവോഴ്സ് ആണെങ്കിലും വിവാഹിതരാണെങ്കിലും എന്തേലും പ്രത്യേക പരിഗണന കിട്ടും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അധിക ബാധ്യതകൾ പേറുന്ന സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടത് തിരിച്ചറിഞ്ഞാൽ പോലും അതൊന്നും പുറത്തു പറയില്ല. കുടുംബം, ബന്ധുക്കൾ, നാട്ടുകാർ, സമൂഹം തുടങ്ങിയവയെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ ഭയപ്പെടും എന്നിവന്മാർക്ക് നന്നായിട്ടറിയാം. എൻ്റെ പൊന്നു ചേച്ചി, 1981 നിങ്ങളിത് പോയി പറ. ഇപ്പൊ പറയല്ലേ ഈ ഡയലോഗൊന്നും. സ്ത്രീകൾക്കിടെ എന്താണ് നിങ്ങളുടെ വിചാരം? എന്താ? സ്ത്രീകൾ ഇന്ന് പുരുഷന്മാരെക്കാട്ടിലും ഒരു പടി മുകളിൽ തന്നെയാ. മനസ്സിലായോ? എല്ലാ രീതിയിലും, അറിവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ. ഞാൻ അങ്ങനെയാ കരുതുന്നത്. നമ്മളെക്കാട്ടിലൊക്കെ വിവരം കാണും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു സ്ത്രീക്ക്. മനസ്സിലായോ? അത് അങ്ങനെ തന്നെയാ. നല്ല രീതിയിൽ ബോധവും വിവരവും ഉള്ള സ്ത്രീകൾ ഇഷ്ടം പോലെ ഉള്ള നാടാണ് ചേച്ചി എൻ്റെ കേരളം. അതുകൊണ്ട് തന്നെ ഈ വർത്താനമൊന്നും ഇവിടെ അടിക്കരുതേ. ആവശ്യമില്ലാതെ ഈ വൃത്തികെട്ട ഡയലോഗുകൾ അടിച്ചേൽപ്പിക്കുന്നെന്ന്. അധിക ബാധ്യതകൾ പേറുന്ന സ്ത്രീകളെന്നൊക്കെ. ഇവിടെ ആരും ഒരു പരിധിയിൽ കൂടുതൽ ഒരു സ്ത്രീയും ഇന്ന് എന്തിനാ? അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു ചേച്ചിമാരെ, ഈ വീഡിയോ കാണുന്നതിനകത്ത് അധിക ബാധ്യത പേറി നടക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇവർ ഈ പറയുന്നത് പോലെ എന്തിനാണ് ആവശ്യമില്ലാത്ത ബാധ്യതകൾ എടുത്ത് നിങ്ങൾ വെക്കുന്നത്? പോകാൻ പറ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഘോഷിക്ക്. അവരോട് ഞാൻ അങ്ങനെ പറയുള്ളൂ. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് അതാ. നിങ്ങളുടെ ജീവിതം ആഘോഷിക്ക്. നിങ്ങൾ എന്തിനാണ് കണ്ട ബാധ്യതകളൊക്കെ എടുത്തു വെക്കുന്നത്? നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യും. നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഇനി അതല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, ഒറ്റയ്ക്കൊരു സ്ത്രീ ഇവിടെ ബാധ്യത പേറി അവർ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ, ഇതുപോലെ ഏതെങ്കിലും ഒരു കൊണ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ കൂടിപ്പോവും. ഏതെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ, രാഹുലിനെ അല്ല, ഞാൻ അല്ലാതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഏതെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ബാധ്യത പേറി ജീവിതം നല്ല രീതിയിൽ നോക്കി പോകുന്ന ഒരു സ്ത്രീയും, മിസ് ഷഹനാസ്, സോറി താത്തു, മനസ്സിലാക്ക്, ഒരു സ്ത്രീയും ഒരുത്തൻ്റെയും പുറകെ പോകത്തില്ല. സ്ത്രീകളെ ഇവിടെ നാണം കെടുത്താനായിട്ടുള്ള നിന്റെയൊക്കെ ഈ മറ്റേടത്ത് എഴുത്തുണ്ടല്ലോ, കൂടിപ്പോകും. അങ്ങനെ അല്ല സ്ത്രീകൾ. പ്രത്യേകിച്ച് ബാധ്യതകൾ പേറി നടക്കുന്ന സ്ത്രീകളുണ്ടെന്ന് നിങ്ങൾ പറയുന്ന ഈ കാലത്ത് അങ്ങനെ ബാധ്യത പേറി നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഒരിക്കലും അവൾ വേറൊരുത്തൻ്റെ പുറകെ അങ്ങനെ പോകത്തില്ല. അവളുടെ ബാധ്യത തീർക്കാനേ അവർ നോക്കുകയുള്ളൂ. പിടികിട്ടിയോ? എൻ്റെ അറിവിൽ കുറവാണ്. അങ്ങനെ ആരും എടുത്തു വെക്കല്ലേ ആവശ്യമില്ലാത്ത ബാധ്യതയൊക്കെ. എന്തിനാ? ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് കൂടിപ്പോയാൽ 50 60 അത്രേ നമുക്കുള്ളൂ. ആഘോഷിച്ച് മരിക്ക്. അല്ലാതെ ചുമ്മാ എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ? ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ അങ്ങ് വായിക്കാമേ. പിന്നെ എങ്ങാനും ഏതെങ്കിലും ഘട്ടത്തിൽ ഇവന്മാർ പിടിക്കപ്പെട്ടാൽ ഇപ്പോൾ രാഹുൽ ചെയ്യുന്ന പോലെയും നേരത്തെ കൊടക്കടനൊക്കെ പറഞ്ഞതുപോലെയും എന്നെ കുടുക്കിയതാണ്, പെടുത്തിയതാണ്, പരസ്പരം സമ്മതത്തോടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ പറ്റും. ഇവന്മാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തലയിലാവാതെ രക്ഷപ്പെടാം. എൻ്റെ പൊന്നി ചേച്ചി, രാഹുലിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ ചാറ്റുകൾ കണ്ടതാ. അതിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ചാറ്റുകളുണ്ട്. മനസ്സിലായോ? ഒരു സൈഡിൽ നിന്ന് മാത്രം വാമോളെ 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 അങ്ങനെയല്ല, അപ്പുറത്തുനിന്നും തിരിച്ച് മറുപടികളുണ്ട്. പിന്നെ കൂടുതൽ കഥ പറയരുത് പ്ലീസ്. പിന്നെ എങ്ങാനും പുറത്തറിഞ്ഞാലോ ഇപ്പോഴത്തെ പോലെ ആയിരിക്കുമല്ലോ സ്ത്രീകളുടെ അവസ്ഥ. അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ ഒരു കാരണവും കാത്തു നിൽക്കുന്ന ഈ ആൺകൂട്ടം അതങ്ങ് ആഘോഷമാക്കുമെന്ന് ഉറപ്പല്ലേ ചേച്ചി? ഷഹനാസ് താത്തു, സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട് ഇവിടെ രാഹുലിന് വേണ്ടി. അതും കൂടെ ഒന്ന് കേക്ക് ചെവി കൊണ്ട്. മനസ്സിലായോ?
അല്ലാതെ കോഴിക്കോട് കടപ്പുറത്ത് പോയിരുന്ന് കുമള വിട്ടോണ്ടിരുന്ന ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. നിയമപരമായോ ആരെങ്കിലും രംഗത്ത് എന്താണ് ഈ ആൺകൂട്ടം അതങ്ങ് ആഘോഷമാക്കും, അത് ഉറപ്പല്ലേ. പരസ്യമായോ നിയമപരമായോ ആരെങ്കിലും രംഗത്തു വന്നെന്നിരിക്കട്ടെ, സ്ലട്ട് ഷേമിങ് ചെയ്ത് വ്യക്തിഹത്യ നടത്തിയും ഐഡന്റിറ്റി ലീക്ക് ചെയ്തും തെറി വിളിച്ചും അങ്ങില്ലാതാക്കി കളയാൻ എളുപ്പമാണല്ലോ. രാഹുലിനെതിരെ പരാതി കൊടുത്ത ഒരു സ്ത്രീയെയും ഞാൻ ഇതുവരെ ആയിട്ടും അവരുടെ ഡീറ്റെയിൽ വെളിപ്പെടുത്താനോ അവരെ സ്ലട്ട് ഷെയിം ചെയ്യാനോ ഞാൻ നിന്നിട്ടില്ല. ഞാനിവിടെ ആകെ സംസാരിക്കുന്നത് MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. നിങ്ങളുടെ ഗർജനത്തിനെതിരെയാണ്. നിങ്ങളുടെ ഗർജനത്തിന് ഒരു കാര്യമില്ല നിങ്ങളുടെ കർശനത്തിലെന്ന് മനസ്സിലായത് കൊണ്ടാണ്. കാരണം അതിനെക്കാട്ടിലും വലിയ നാട്ടുകാരെ പറ്റിക്കുന്ന IASഉം ഐഡന്റിറ്റി കാർഡിലെയും ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾക്കെതിരെ വരുന്നതുകൊണ്ട് മാത്രം ആ പോയിന്റിലാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്കെതിരെ. അല്ല, ചോദ്യം ചോദിക്കാനും സംസാരിക്കാനും പറ്റത്തില്ലല്ലോ അല്ലേ നിങ്ങൾക്കെതിരെ. പിടിച്ചു നേരെ അങ്ങ് അകത്തിടുമല്ലോ. വേണമെങ്കിൽ എന്നെയും പിടിച്ച് അകത്തിടാം. പക്ഷെ ചോദ്യങ്ങളിൽ ഒന്നിൽ നിന്നും ഞാൻ പുറകിലേക്ക് മാറില്ല. ആ ചോദ്യങ്ങൾ എന്നും എൻ്റെ ചാനലിൽ ഇവിടെ കാണും. മനസ്സിലായോ? പിടിച്ച് അകത്തിടുമ്പോൾ എനിക്ക് 100% സമാധാനവും കിട്ടും. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ കൊണ്ടല്ലോ. ആ ചോദ്യങ്ങളിൽ വേറൊരാൾ ഇട്ട പോസ്റ്റുകൾ നമ്മൾ സംസാരിച്ച് അതിലെ സത്യങ്ങൾ ചൊരണ്ടാൻ പോയപ്പോൾ അത് അവർക്ക് കൊണ്ടെങ്കിൽ അതിൽ സത്യമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അതിനുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ അത് മാത്രം ചെയ്യുന്നില്ല എൻ്റെ പ്രിയങ്കരിയായ താത്തു. ബാക്കി വായിക്കാം. അല്ലെങ്കിൽ നോക്കൂ, രാഹുലിനെതിരെ KPCCക്ക് കിട്ടിയത് 9-ലധികം പരാതികളാണ്. ഇതിൽ എത്ര പേരാണ് വിവാഹിതർ? ലീഗലി മൂവ് ചെയ്യുന്ന 3 പരാതികളിൽ ഒരാൾ അവിവാഹിതയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ട് അറിയാം. അവരുടെ പരാതിയെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ ഈ വെട്ടുക്കിളി കൂട്ടം? ഒരക്ഷരം മിണ്ടിയോ ആ മാങ്കാട്ടം മിണ്ടില്ല. കാരണം അതിലൊരു ത്രില്ലില്ലല്ലോ. മാത്രമല്ല സമൂഹം ക്രൈമായിട്ട് അംഗീകരിക്കുന്ന കാര്യങ്ങൾ മറ്റു പരാതികളിൽ എല്ലാം നടന്നിട്ടുണ്ട് താനും. വിവാഹിതരായത് കൊണ്ട് മാത്രം പരാതി കൊടുത്ത ഈ 2 സ്ത്രീകൾ അനുഭവിച്ച സമാനമായ ആക്രമണങ്ങൾ അല്ല പോലും. ഷഹനാസ് താത്തു, ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് മോശ അനുഭവങ്ങൾ രാഹുലിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടണം. ഒരു വ്യക്തി, അയാൾ കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയല്ലേ, അയാൾ പറഞ്ഞ അല്ലെങ്കിൽ അയാൾ കൊടുത്ത പരാതിയിൽ സത്യമുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടട്ടെ. മനസ്സിലായോ? പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിയ വാസം, ഞാൻ നീറ്റ് ഡീസന്റ് എന്നും പറഞ്ഞ് വേറൊരുത്തനെ കല്ലെറിയാൻ നടക്കുന്ന നിങ്ങളുടെ ഈ ഒരു പ്രവണത, അതാണ് നമുക്കിപ്പോൾ താങ്ങാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോഴും വേറെ ആരെ കൊണ്ടോ എന്തൊക്കെയോ ഇങ്ങനെ എഴുതിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുക. എന്തിനാ? നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഉള്ള അതും കൂടെ ഒന്ന് വായിക്കാമേ. എവിടോ വെച്ചാ നിർത്തിയത്? അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഇവന്മാരെ പോലുള്ള സകല പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളുടെയും മോഡസ് ഓപ്പറാൻഡി തന്നെ ഇതൊക്കെയാണ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുക, ഉപയോഗിക്കുക. അത്തരം മനുഷ്യരെ ഇമോഷണലി കയ്യിലെടുക്കാൻ വളരെ എളുപ്പമാണ്. അവരുടെ മെൻ്റൽ ഇൽനെസ്സിനെ പെട്ടെന്ന് മുതലെടുക്കാൻ കഴിയുമെന്ന് ചുരുക്കം. അതുവഴി ആവശ്യങ്ങൾ നടത്തിയെടുക്കാം, ഉപയോഗിക്കാം, ഉപയോഗം കഴിഞ്ഞ ശേഷം ഇട്ടിട്ട് പോകാം. എൻ്റെ പ്രിയങ്കരി താത്തു, ഞാൻ ഇപ്പോഴും ഇതാ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും പ്രശ്നങ്ങളുള്ളവർ അവരുടെ നെറ്റിയാൽ ഒട്ടിച്ചോണ്ട് നടക്കുവാണോ ഇതെല്ലാം? അത് കണ്ടിട്ടാണോ ഇവിടുത്തെ ആണുങ്ങൾ പോയി അവരെ മറ്റേ വല വീശി പിടിച്ച് ഇല്ലാതെയാക്കുന്നത്, നമ്മുടെ ഉപയോഗം നടത്തിയെടുക്കുന്നത്? നാണമില്ലേ ഇങ്ങനെ ഈ വൃത്തികേട് എഴുതിയിടാൻ? ഈ നാട്ടിലെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ എഴുതിയിടുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് നിരന്തരം പറയുന്നത്, അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സ്ത്രീ അതിന് വിവാഹിതയായാലും അല്ലെങ്കിലും നൽകുന്ന കൺസെന്റ് യഥാർത്ഥ കൺസെന്റ് അല്ലെന്നും അത് വാലിഡ് അല്ലെന്നും മാനിപ്പുലേറ്റഡ് ആണെന്നും അവരത് നൽകുമ്പോഴും അവരുടെ മാനസിക അവസ്ഥകൾ കൂടി തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ്.
സ്ത്രീയുടെ മാത്രം എല്ലാം അങ്ങ് പരിഗണിക്കപ്പെടണം അല്ലേ? ഗണിക്കപ്പെടാം. ആണുങ്ങളുടെ ഒന്നും ഒരു മാങ്ങാണ്ടി ഇവിടെ ഗണിക്കപ്പെടരുത് അല്ലേ? ഞങ്ങളൊക്കെ വേറെ രാജ്യത്തിൽ നിന്ന് വന്നതാണല്ലോ, ഞങ്ങളെ ഇങ്ങോട്ട് നട കടത്തി വിട്ടതാണല്ലോ. അപ്പോൾ വിവാഹിതരായ സ്ത്രീകൾ എന്തിന് രാഹുലിന്റെ അടുത്ത് പോയി എന്നല്ല, വിവാഹിതനല്ലാത്ത രാഹുൽ എന്തിനായിരിക്കും കൃത്യമായിട്ട് വിവാഹിതരായ ഇത്രയും സ്ത്രീകളുടെ അടുത്തേക്ക് പോയി എന്ന് തിരിച്ചു ചോദിച്ചു നോക്കണം അവന്റെ വെട്ടുക്കിളി കൂട്ടം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കും, ഒരു പക്ഷേ മാത്രം. ശരണ്യ എം ചാരു, ഫോട്ടോ സുർജിത്ത് SG ആദ്യ, ഈ ഏതവനാണ് ഇതൊക്കെ? എന്തെങ്കിലും ആവട്ടെ ചേച്ചി, ഇതിന് ഒരു വൃത്തിക്ക് ഉത്തരം ഞാൻ തരാം. രാഹുലിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഹുലിന് എത്ര വയസ്സുണ്ട്? 28 27 വയസ്സല്ലല്ലോ. 28 27 വയസ്സാണെങ്കിൽ അവന് ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഒക്കെ കിട്ടും. അതല്ലല്ലോ പ്രായം, കുറച്ച് മൂത്തതല്ലേ? അപ്പോൾ അവൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഏജിലുള്ള, അവനെക്കാട്ടിലും ഒരു 3-4 വയസ്സ് താഴെയുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കല്യാണം കഴിച്ചതായിരിക്കും, ഒട്ടുമിക്ക ആളുകളും. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ രാഹുൽ അവിടെ പോയി ഫ്യൂസ് വലിച്ചു. എനിക്കതാ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ രാഹുൽ മറ്റേ ഫ്യൂസ് കുത്താൻ പോയപ്പോൾ എന്തിനാ അവിടെ നിന്നത്? എന്തിനാ ഓടിച്ചു വിടണ്ടേ? എന്താ ഓടിച്ചു വിടാഞ്ഞത്? രാഹുലിന്റെ പഞ്ചാര വാക്കുകളിൽ വീണു പോയോ? അല്ല, അങ്ങനെ പഞ്ചാര വാക്കുകളിൽ വീണെങ്കിൽ അത് വീണ ആൾക്കാരുടെയും കൂടെ ഒരു ഇച്ചിരിയെങ്കിലും തെറ്റില്ലേ അതിനകത്തും? അതോ നിങ്ങൾക്ക് ആർക്കും, എൻ്റെ പൊന്നു താത്തുവിന് വേണ്ടി എഴുതിയ ശരണ്യെ, നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ കണ്ണിൽ കുരുവാണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറേ നേരമായിരുന്നു വായിക്കുന്നു. എൻ്റെ പൊന്നെ, തൊണ്ട വറ്റി വരണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ഇത് വായിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഒരു റൗണ്ട് വായിച്ചതാണ്. അതാണ് മെയിൻ കാര്യം. രണ്ടാമത്തെ 3-ാമത്തെ തവണയാണ് ഞാൻ വായിക്കുന്നത്. തൊണ്ടയൊക്കെ വറ്റി വരണ്ട. എനിക്ക് നീ വയ്യ പറയാൻ. നിങ്ങൾ പറ, കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ. ഒരൊറ്റ കാര്യം മാത്രം, താത്തു നമുക്ക് രാഹുലിനെ അങ്ങ് തൂക്കിക്കൊല്ലാം. പക്ഷെ അതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം. താത്തു പറ, താത്തുവിൻ്റെ ഈ ഐഡന്റിറ്റി കാർഡിലെ പരിപാടികൾ, താത്തുവിൻ്റെ ഈ IAS, ഇതിനെപ്പറ്റിയൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് എഴുതിയിടാമോ? നിങ്ങൾക്ക് എഴുതിയിടാൻ ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾ വലിയ റൈറ്റർ ആണല്ലോ, ഇതുപോലുള്ള ചെറിയ പോസ്റ്റുകളൊന്നും എഴുതണ്ട. നിങ്ങളുടെ ശരണ്യെ കൊണ്ടൊന്ന് എഴുതിപ്പിച്ചിട്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താ, തെളിവുകൾ, അതൊക്കെ ഒന്ന് പുറത്തേക്ക് വിട്. അതൊന്നും പറ്റത്തില്ലായിരിക്കും അല്ലയോ? രാഹുലിനെ മാത്രം, പുരുഷന്മാരെല്ലാവരും പ്രശ്നക്കാർ. എൻ്റെ പൊന്നെ, ഇത്താത്തു ഒരു കാര്യം മനസ്സിലാക്കി. ഇത്താത്തു മാത്രമല്ല ഇവിടെ സ്ത്രീ, കേട്ടോ. ഒരുപാട് സ്ത്രീകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ഈ നാട്ടിലുണ്ട്. ഇല്ല ചേച്ചിമാരെ? നിങ്ങളും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. എന്തോന്നാ ഇനി ഇവരോട് പറയാനുള്ളത്? എനിക്കൊന്നും വയ്യ പറഞ്ഞാൽ തൊണ്ട വാറ്റി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.